നമുക്ക് ഒന്ന് അതിരപ്പള്ളിയിലോട്ട് പോകാം. കാഴ്ച കാണാനല്ല, ഹോട്ടൽ ആക്രമിച്ച കാട്ടാനയുടെ വാർത്ത കേൾക്കാൻ. പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം കാളിയാടൻ ജോൺസന്റെ ഹോട്ടലിൽ കാട്ടാന ആക്രമണം. ബഹളം വെച്ച് കാട്ടാനയെ പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഓടിക്കുകയായിരുന്നു. പെരിങ്ങൽകുത്ത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെ ജീവനക്കാരനാണ് ജോൺസൺ. ഭാര്യയും മകളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ജെയ്സൺ ചമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. വീണ്ടും അതിരപ്പള്ളിയിൽ കാട്ടാനയൊക്കെ ഇറങ്ങുകയാണ്. നല്ല ചൂടുണ്ട്. ഇവറ്റകൾക്ക് കാട്ടിൽ കഴിയുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുമുണ്ട്. വെള്ളത്തിൻ്റെ ഉറവിടങ്ങളൊക്കെ കാട്ടിലും മറ്റു തുടങ്ങി എന്ന് തോന്നുന്നു. ഹോട്ടലിലേക്കൊക്കെ വന്നു. വലിയ നഷ്ടമുണ്ടാക്കിയോ ജോൺസണ്? എന്താണ് ജെയ്സൺ ചമവളപ്പിൽ ജോൺസൺ നൽകുന്ന വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കനത്ത ചൂടാണ്. എല്ലായിടത്തും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കാട്ടിൽ ജലം കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ പുറത്തേക്ക് കൂടുതൽ ഇറങ്ങുകയാണ് കാട്ടാനകൾ. നേരത്തെ തന്നെ അതിരപ്പള്ളി വാഴച്ചാൽ മേഖല എന്നൊക്കെ ഇവർ കാട്ടാനകളുടെ കേന്ദ്രമാണ്. അതിൽ നിന്നപ്പുറത്താണ് ഇപ്പോൾ ചൂട് കൂടുമ്പോൾ ഇവ കൂടുതൽ അക്രമാസക്തരായി മാറുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അർദ്ധരാത്രിയോടുകൂടി പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള ജോൺസന്റെ ഹോട്ടലിലേക്ക് കാട്ടാന എത്തുന്നത്. എന്തെങ്കിലും ഭക്ഷണമോ വെള്ളത്തിൽ തേടി എത്തിയതാകാം. പക്ഷേ ഹോട്ടലിന്റെ മുൻവാതിൽ തകർത്താണ് അകത്ത് കയറിയത്. അകത്ത് കയറി അപ്പോൾ തന്നെ വലിയ ശബ്ദം കേട്ട്, ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ജോൺസന്റെ കുടുംബം താമസിക്കുന്നത്. ഈ ശബ്ദം കേട്ട് ജോൺസന്റെ ഭാര്യയും മക്കളൊക്കെ പുറത്തു വന്ന് നോക്കുമ്പോൾ കാട്ടാന ഹോട്ടലിൽ നിൽക്കുന്ന എന്ന കാഴ്ചയാണ് കണ്ടത്. ഉടനെ തന്നെ ബഹളം വെച്ചു. കാട്ടാനയെ പ്ലാന്റേഷൻ, തൊട്ടടുത്ത് തന്നെ എണ്ണപ്പനത്തോട്ടമൊക്കെയുള്ള സ്ഥലമാണ്, അവിടേക്ക് ഓടിപ്പിച്ചു. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഹോട്ടൽ ഏതാണ്ട് കാട്ടാന പൂർണ്ണമായും തകർത്ത ശേഷമാണ് എണ്ണപ്പനത്തോട്ടത്തിലേക്ക് മടങ്ങിയത്. അരുൺകുമാർ, ഓക്കേ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇങ്ങനെ ആനകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഒരു ആന വിദഗ്ധൻ കൂടിയാണല്ലോ ജെയ്സൺ ചാവളപ്പിൽ. ഈ വെള്ളമില്ലെങ്കിൽ കൂടുതൽ ആനകൾ നാട്ടിലേക്കൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വളരെ മോശം അവസ്ഥയാണ് അരുൺകുമാർ. ഈ വനപ്രദേശത്തൊക്കെ കാട്ടിലൊന്നും വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും അല്ലാതെ തന്നെ കാട്ടാനകൾ ഇപ്പോൾ നാട്ടിലാണ്. മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഇപ്പോൾ അതിന്റെ ആ ചൂടിന്റെ ആധിക്യം വരുമ്പോൾ സ്വാഭാവികമായും കാട്ടാനകളൊക്കെ പുറത്തേക്ക് കൂടുതൽ ഇറങ്ങും. ജലം തേടി ഇറങ്ങും, ഭക്ഷണം തേടി ഇറങ്ങും. അങ്ങനെ ഭക്ഷണം തേടി ഇറങ്ങിയതാകാം ഒരു പക്ഷേ ഈ കാട്ടാന എന്നാണ് കരുതുന്നത്. ഏതായാലും വരും നാളുകൾ അപകടാവസ്ഥ സൂചന നൽകുന്നതാണ് ഇപ്പോൾ സംഭവം. ഓക്കെ, താങ്ക് യു. നമുക്ക് തന്നെ വീട്ടിൽ ഇരിക്കുമ്പോഴേ ഇറങ്ങി ഒന്ന് പുറത്തേക്കൊക്കെ പോയി ഒന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നും. എങ്ങോട്ട് ഓടാൻ? വീട്ടിന് അകത്തുനിന്ന് പുറത്തോട്ട് ഓടിയാൽ നല്ല പൊരി വെയിൽ. വല്ലാത്തൊരവസ്ഥയാണ്. ഒരു പ്രേക്ഷകൻ പറയുന്നു, നമ്മളുടെ രാജേഷ് പറയുന്നുണ്ട്, നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ റെയിൽവേ ട്രാക്കിൽ പൊരിവെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെ കൂടി ഓർമ്മിക്കണം. സാധാരണ ചൂടിനേക്കാൾ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് കേട്ടോ ട്രാക്കിൽ എന്ന് രാജേഷ് പറയുന്നു. രാജേഷ് ശരിയാ. നമ്മൾ തീവണ്ടിയിൽ പോകുന്ന സമയത്ത് പാവപ്പെട്ട ഈ മനുഷ്യർ ഈ കോലുമായിട്ട് പോയി ഈ പണിയെടുക്കുന്നത് കാണുന്നുണ്ട്. അതും നല്ല തിളച്ചു നിൽക്കുന്ന ചൂടിൽ. പ്രത്യേകിച്ച് ആ പാളത്തിൽ നിന്ന് വരുന്ന ചൂടും കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ, താങ്ങാൻ പറ്റൂല. താങ്കൾ പറഞ്ഞത് ശരിയാ.